പാലക്കാട് ആശങ്കയിലാണ് UDF. 2021 സമാനമായ രീതിയിൽ കടുത്ത പോരാട്ടം മണ്ഡലത്തിൽ നടന്നുവെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. വിജയമുറപ്പാണെങ്കിലും ഭൂരിപക്ഷം 2021 സമാനമായ രീതിയിൽ 30,000-ലേക്ക് എത്തില്ല എന്നും കോൺഗ്രസ് നേതാക്കൾ കണക്കുകൂട്ടുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി NMR റസാഖ് വിള്ളലുണ്ടാക്കിയില്ലെങ്കിൽ ഭേദപ്പെട്ട ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തന്നെയാണ് UDFന്റെ വിലയിരുത്തൽ. ഇക്ബാൽ അറക്കിൽ വിവരങ്ങൾ നൽകും. ഇക്ബാൽ, കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ വിജയം എന്നുള്ള വലിയ ഭൂരിപക്ഷമാണ്. 12,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് ഷാഫി പറമ്പിലിനേക്കാൾ വലിയ രീതിയിൽ ഉയർന്ന ഭൂരിപക്ഷമായിരുന്നു. പക്ഷെ പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ അത് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെ ബാധിക്കുമോ എന്നുള്ള ചോദ്യമാണല്ലോ ഉയരുന്നത്. അപ്പോൾ എന്താണ് UDFന്റെ അവസാനത്തെ വിലയിരുത്തൽ? സ്മൃതി, അതായത് 2024 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഷാഫി പറമ്പിലിൻ്റെ ഒരു ജനപ്രീതിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനവുമെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചതോടുകൂടി, അല്ലെങ്കിൽ UDFിൻ്റെ സംഘടനാ സംവിധാനമെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അന്ന് പാലക്കാട് നിന്ന് 18,800-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമ ആരോപണങ്ങളും പരാതികളും ഉയർന്ന സാഹചര്യത്തിലെല്ലാം കോൺഗ്രസിന് മണ്ഡലത്തിൽ വലിയ രീതിയിലൊരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തി പോയതാണ്. പിന്നാലെ തന്നെ ഇത്തവണത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിച്ചാൽ മണ്ഡലം അനായാസം നേടാൻ കഴിയുമെന്നുള്ളതായിരുന്നു BJPയും കണക്കൂട്ടിയത്. അങ്ങനെയാണ് ശോഭാ സുരേന്ദ്രനെ പാലക്കാട്ടേക്ക് എത്തിച്ച് മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയത്. പക്ഷേ ഇതിനെല്ലാം ഇടയിലായിരുന്നു LDF അപ്രതീക്ഷിതമായി പാലക്കാട് ഇത്തരത്തിലൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ NMR റസാഖിനെ രംഗത്തേക്ക് ഇറക്കുന്നൊരു സ്ഥിതി ഉണ്ടായത്. അനായാസം വിജയം ലക്ഷ്യം വെച്ചിരുന്ന കോൺഗ്രസിന് പക്ഷേ ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ NMR റസാഖ് ഒരു വിള്ളൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് എന്ന രീതിയിലുള്ള ഒരു ഭയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നതിലും വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ നടത്തുന്ന വിലയിരുത്തലും UDF വലിയ രീതിയിലൊരു ആത്മവിശ്വാസം മണ്ഡലത്തിൽ പങ്കുവെക്കുന്നില്ല. കാരണം 2021 ഉണ്ടായിരുന്നത് പോലെ തന്നെ കടുത്ത തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായത്. ശ്രീധരൻ പിടിച്ച പോലെ തന്നെ വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ പിടിക്കുകയും NMR റസാഖ് CPM അല്ലെങ്കിൽ LDFിൽ പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ക്ഷീണം ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ UDF നേതാക്കൾ വിലയിരുത്തി പോവുകയും ചെയ്തിട്ടുള്ളത്. 2021 കോൺഗ്രസിന് അല്ലെങ്കിൽ UDFിന് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം പാലക്കാട് മണ്ഡലത്തിൽ നേരിടേണ്ടി വന്നത്. അവിടെ ശ്രീധരൻ മത്സരിക്കുന്ന കാലഘട്ടത്തിൽ 3,800 മാത്രമായിരുന്നു അന്ന് ഷാഫി പറമ്പിലിന്റെ ലീഡ് എന്ന് പറയുന്നത്. അന്ന് കടുത്ത പോരാട്ടം നടന്നപ്പോൾ 2% മാത്രം വോട്ട് വ്യത്യാസത്തിലാണ് അന്ന് UDF വിജയിച്ചത്. ഇത്തവണ ഈ NMR റസാഖിൽ നിന്നും ശോഭാ സുരേന്ദ്രനിൽ നിന്നും വലിയ രീതിയിൽ വെല്ലുവിളി നേരിടുന്നതുകൊണ്ട് തന്നെ ഈ 2%-ലേക്ക് തന്നെ ഈ ലീഡ് വന്നാൽ അത് 3,000-ൽ താഴെ വോട്ടിലേക്ക് മാത്രമായി ഭൂരിപക്ഷം ഭൂരിപക്ഷം കുറയുമോ എന്നുള്ള വിലയിരുത്തലാണ്. അപ്പുറത്ത് ശോഭാ സുരേന്ദ്രൻ നോട്ട് ആരോപണത്തിൽ വീണിരിക്കുന്ന എന്നൊരു വിഷയം കൂടിയാണ്. ഇപ്പോൾ വിജയിച്ചാൽ തന്നെ വിജയം കോടതി കയറുമെന്ന് ഉറപ്പാണ്.